ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ശത്രുക്കൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാത്തതിൻ്റെ കാരണം എന്താണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശത്രുസ്ഥാനം ഒഴിഞ്ഞു പോകാത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ പരിപാടികൾ അടർത്തി മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അടർന്നു മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങൾ കൊതിച്ചു നിന്നത്, ആഗ്രഹിച്ചു നിന്നത്, നിങ്ങൾ പരിപാലിച്ചു പോകുന്നത്, നിങ്ങൾ ഒരു താങ്ങായിട്ട് തണലായിട്ട് കരുതിയത് എന്തൊക്കെയോ സംതിങ് അടർത്തി മാറ്റിയ ഒരവസ്ഥ, അല്ലെങ്കിൽ അടർന്നു മാറിയിരിക്കുന്ന ഒരു കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കായിരിക്കാം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഈ അടർന്നു മാറിയതിന് ആയിട്ട് നിങ്ങളൊരു കൂടിച്ചേരൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ കളഞ്ഞുപോയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ പല വ്യക്തികളായിരിക്കാം, സമാധാനമായിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളുമായിരിക്കാം, തടസ്സം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പല പരിപാടികളായിരിക്കാം. നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആയിരിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പൂർവാധികം ശക്തിയാകും. ആ ഒരു കൂടിച്ചേരൽ ഉണ്ടായാൽ, മുടങ്ങിക്കിടക്കുന്നത് നിങ്ങളുടെ അടുത്തോട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ വ്യക്തിയായിരിക്കാം, സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് തടസ്സം വെച്ചിരിക്കുന്നതായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതുമായിട്ടൊരു യോജിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയായിട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേക്കും എന്നുള്ളൊരു ടെൻഷൻ. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ ഈ ശത്രുസ്ഥാനം ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ മെന്റലി, ഫിസിക്കലി, ബ്ലാക്ക് മാജിക് എനർജി, അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ അളവിൽ നിങ്ങൾ തിരിച്ച് പണി കൊടുക്കുമോ? അതേ അളവിൽ നിങ്ങൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ശക്തിയാണ്. നിങ്ങൾ എന്ത് പരിപാടിയാണോ നിങ്ങൾക്ക് മുടങ്ങി നിൽക്കുന്നത്, അടർന്നു മാറി നിൽക്കുന്നത്, അതുമായിട്ട് നിങ്ങൾ കൂടിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിയാണെന്ന് ഈ ശത്രുസ്ഥാനത്തിന് അറിയാം. അപ്പോൾ അതുമായിട്ട് കൂടിച്ചേർന്ന് ഇവർക്കെതിരെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമോ? നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ കൂടിച്ചേരാതിരിക്കാനോ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് നിങ്ങളുടെ അടുത്തോട്ട് വരാതിരിക്കാനോ, തടസ്സം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാതിരിക്കാനും ഉള്ള പരിപാടികൾ
ഈ ശത്രുസ്ഥാനം എന്ന് പറയുന്ന ആള് ദിനം പ്രതി പ്രാർത്ഥിക്കുന്നുണ്ട്, ഓരോരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് A to Z നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പരിപാടികൾ, ഒന്നല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, പറഞ്ഞു കൊടുക്കാനായിട്ട് വ്യക്തികൾ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് വാച്ച് ചെയ്യാൻ, ശത്രുസ്ഥാനത്തിന് നിങ്ങളെ നേരിട്ട് വാച്ച് ചെയ്യാനുള്ള പരിപാടികൾ ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും മർമ്മത്ത് തന്നെ കുത്താൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മർമ്മത്തിൽ തന്നെ കുത്തിയിരിക്കുന്നത്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ മർമ്മസ്ഥാനത്ത് തന്നെ കുത്തിയിരിക്കുന്ന പരിപാടി. നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ സന്തോഷവും സമാധാനമായിട്ടിരുന്ന കാര്യങ്ങളെ തലകുത്തി നിർത്തിയിരിക്കുകയാണ്. തലകുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു ജീവിതത്തിന്റെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ബാലൻസ് ഇല്ലായ്മ, ഒരു നിങ്ങൾക്ക് എന്താ പറയാ, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം, നിങ്ങളുടെ മക്കൾക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾക്കായിരിക്കാം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു ബാലൻസ് കിട്ടുന്നില്ല, വിഷമം താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ, കൊടിയ ബ്ലാക്ക് മാജിക് എനർജി പരിപാടികളിൽ നിൽക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു ഇരുട്ടിൽ മുങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഒരു ഡോർ തുറന്നാൽ അവിടെ ഒരു സൂര്യനുണ്ട്, വെളിച്ചമുണ്ട്, പ്രകാശമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പല കാര്യങ്ങളും തുറക്കാൻ പറ്റുന്നില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളെ കാണിക്കുന്നില്ല പലതും. അങ്ങനെ നിങ്ങളെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നിങ്ങളുടെ ശത്രുസ്ഥാനം ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം എന്താണോ ഇവർ ഉദ്ദേശിക്കുന്നത് അതിന്റെ നെഗറ്റീവ് പൂർണ്ണമായിട്ടും നിങ്ങൾ അനുഭവിക്കണം. ആ ഒരു സിറ്റുവേഷൻസിന്റെയോ ആ വ്യക്തിയുടേതായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളും ശത്രുസ്ഥാനം കൊണ്ടുപോവുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരു വൈകൃത സ്വഭാവത്തിനടിമയായിട്ടുള്ള ഒരു ശത്രുസ്ഥാനമാണ് ഇവിടെ. കാരണം മൊത്തത്തിൽ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് തന്നെയാണ് തല്ലിക്കെടുത്തി വെച്ചിരിക്കുന്നത്. ടെൻഷനാണ്. ഈ വല്ലവരുടെയും കാര്യം ആലോചിച്ച് എന്തിനാ ഇതിന് മാത്രം ടെൻഷൻ അടിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച്, മറ്റുള്ളവർക്ക് നല്ലത് വരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കൾക്ക് നല്ലത് വരുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിന് ഫ്യൂച്ചറിന് നല്ലത് വരുന്ന കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ശത്രുസ്ഥാനത്തിന് നല്ല രീതിക്കുള്ള ടെൻഷൻ ഉണ്ട്. നിങ്ങൾക്കൊരു സിംഹാസന പദവി കിട്ടുമോ, ഒരു എംപറർ പദവി കിട്ടുമോ, നിങ്ങൾ ഒരു സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുമോ, നിങ്ങൾക്കൊരു പുതിയ ജീവിതം കൈവരുമോ, അങ്ങനെ ചിന്തിക്കുന്നുമുണ്ട്. ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്കെതിരെ അത് ഒരു ആക്ഷൻസ് ആയിട്ട് എടുക്കുന്നുമുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമാകേണ്ട ഒരു, നിങ്ങൾ അത്ര ഇരുട്ടിൽ നിൽക്കുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ട് വരേണ്ട പല കാര്യങ്ങളും ആണ് ഇങ്ങനെ 4 വശത്തും ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമായിട്ട് നിൽക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വിളക്കായിട്ട് നിൽക്കേണ്ട പല സന്ദർഭങ്ങളെയുമാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള കാര്യമാണ്. ഇവിടെ ആ ഒരു ശത്രു സാന്നിധ്യത്തിന്റെ തുടർച്ചയായിട്ടുള്ള പല പരിപാടികളും മൂലം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ സഹായിക്കേണ്ട കരങ്ങള് നിങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നത്. കാരണം നിങ്ങൾ പല കാര്യത്തിനും നെട്ടോട്ട് ഓടുകയാണ്, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ, നിങ്ങളുടെ പരിപാടികൾ ശരിയാക്കാൻ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണമെന്നാണ് ഈ ഒരു ശത്രുസ്ഥാനത്തിന്റെ കാര്യം. വല്ലാത്ത ഒരു മനസ്സ് തന്നെ കേട്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നമുക്കിപ്പോ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ നാശം കാണാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഇത് അങ്ങനെയല്ല, ഇത് ആഗ്രഹം മാത്രമല്ല, ഇത് ചെയ്തിട്ടുമുണ്ട്. കാരണം ശത്രുസ്ഥാനത്തിന്
നല്ല രീതിക്ക് ഈ എന്താ പറയാ മറ്റുള്ളവരെ പഞ്ചസാര പോലെ സംസാരിച്ച് പല കാര്യങ്ങളും പലരെയും വശത്താക്കാനും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ഓസ്കാർ അവാർഡ് കിട്ടുന്ന ഒരു മുതലാണ്. നമുക്ക് നോക്കാം. കാരണം ഇവിടെ ചെറിയ ചില്ലറ പരിപാടിയൊന്നുമല്ല നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് നെട്ടോട്ടോടിയിട്ടുണ്ട്, മാനസികമായിട്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് ശാരീരികമായിട്ടും നിങ്ങൾ തളർന്നു പോയിട്ടും നിങ്ങൾ എന്താ പറയാ നിങ്ങളെ സ്വയം ശപിച്ചിട്ടുണ്ട്. ദൈവമേ എനിക്ക് എന്താണ് ഇങ്ങനെയെന്ന് ഉള്ളൊരു രീതി നിങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അത്രയും ഈ ശത്രു എന്ന് പറയുന്ന ആ ഒരു വള്ളിക്കെട്ട് സാധനം നിങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഇത് പുറമെ പുറമെ നിങ്ങൾക്ക് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിലും ഇത് കൂടുതലും നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പരിപാടികൾ അകത്തുള്ളവരുടെ അടുത്ത് നിന്ന് തന്നെ കിട്ടുന്നതാണ് ബുദ്ധിമുട്ട്. ഇത് തമ്മിൽ തല്ലിക്കുക അല്ലെങ്കിൽ തമ്മിൽ തല്ലി അതിന്റെ നടുക്ക് കയറി രസിക്കുക അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ വൈകൃത കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ആളാണ് കേട്ടോ. ഈ മുട്ടനാടിനെ തമ്മിൽ തല്ലിക്കിച്ച് അതിന്റെ നടുക്ക് കയറി ബ്ലഡ് കുടിക്കുന്ന പരിപാടിയില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. തമ്മിൽ തല്ലിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വേണ്ടുന്നതിലും വേണ്ടാത്തതിലും കയറി ഇടപെടുക, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ്. സ്ത്രീ സാന്നിധ്യം തന്നെയാണ് ഇവിടെ ശത്രു സ്ഥാനത്ത് കൂടുതൽ കാണുന്നത്. സ്ത്രീ സാന്നിധ്യമാണ് നിങ്ങൾക്ക് ശത്രു സ്ഥാനത്ത് കാണുന്നത്. പക്ഷെ പുറമെ അത് വളരെ നല്ല രീതിയിലുള്ള ആളാണെന്ന് കാണിക്കുന്ന, അകത്ത് ഇത്രയും ദുഷ്ടതകളും പരിപാടികളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ഒരു 2000 ലിറ്റർ പാല് കാച്ചി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു 2 നാരങ്ങ ഒഴിച്ചു കഴിഞ്ഞാലും 3 നാരങ്ങ ഒഴിച്ചു കഴിഞ്ഞാലും ആ 2000 ലിറ്റർ പാലിന്റെ പവിത്രത അവിടെ പോയി, പാല് പിരിഞ്ഞു പോയി. അതുപോലെ കാരണം ഈ ശത്രുവിന് 1-2 കൂട്ടാളികളും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ പുറമെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്ന് അടർത്തി മാറ്റിയ ആളുകൾക്കും അല്ലെങ്കിൽ വേറെ മറ്റുള്ളവർക്കും ഈ ശത്രുസ്ഥാനം എന്ന് പറയുന്നത് എന്താ പറയാ പ്യുവറായിട്ടുള്ള, അത്രയും പ്യൂരിറ്റി ആയിട്ടുള്ള 916 ഹോൾമാർക്ക്ഡ് ഗോൾഡ് ആയിരിക്കും. ഈ ശത്രുസ്ഥാനത്തിന്റെ ആക്ച്വൽ ക്യാരക്ടർ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരു അത്രയും വിഷസാന്നിധ്യം ചിലപ്പോൾ നിങ്ങൾ ശത്രുവിന്റെ അടുത്തുനിന്ന് നിങ്ങൾ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ശത്രുവിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് നിങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളാണ് ആക്ച്വലി ഈ വ്യക്തിയുടെ പൂർണ്ണ രൂപം. ഈ വ്യക്തിയുടെ ആക്ച്വൽ പരിപാടി ഇതാണ്. നിങ്ങളുടെ കുടുംബം തകർക്കാൻ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് തമ്മിൽ തല്ലിക്കുന്ന, അകറ്റി നിർത്തുന്ന, നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാശം എടുത്തു മാറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള് ഈ വ്യക്തി ആണ് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയാണോ ഇത് പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത് അവരുടെ അടുത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ആരാണോ ഇത്, ഇപ്പൊ ലോകം മുഴുവൻ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
ആരാണോ വിശ്വസിക്കേണ്ടത് അവര് തന്നെ വിശ്വസിക്കേണ്ടത്, എന്നിട്ടല്ലേ കാര്യമുള്ളൂ. ഇതാ അതിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. അതുമൂലം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ, ഡിപ്രഷൻ, ബുദ്ധിമുട്ട് ഒരു കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള കഴിവുകൾ, നിങ്ങൾക്കുള്ള നിങ്ങളുടേതായിട്ടുള്ള പരിപാടികൾ എല്ലാം നിങ്ങളുടെ ശത്രുസ്ഥാനത്തിന് അറിയാം. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എല്ലാം തിരിച്ചു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമ്രാജ്യം കീഴടക്കിയതിന് തുല്യമായിരിക്കും. കിരീടവും ചെങ്കോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ, ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു രാജ്ഞിക്ക് കിരീടവും ചെങ്കോലും തിരിച്ചു കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ അവരുടെ കയ്യിലായിരിക്കും താക്കോല്. മനസ്സിലായോ? അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്ത് കൂട്ടുന്നത്. 2050 ആകുമ്പോൾ ചിലപ്പോൾ അസൂയക്കോ പരിപാടികൾക്കൊക്കെ മരുന്ന് കണ്ടുപിടിക്കുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ആദ്യം കൊടുക്കാം. അല്ലാതെ എന്താ പറയുക? കാരണം നിങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിത്തടഞ്ഞ് പുതിയത് കെട്ടിപ്പടുത്താൻ നോക്കും. ഇതിപ്പോ ഇപ്പൊ എന്താ പറയാ, ഈ കടൽ തീരത്ത് കഷ്ടപ്പെട്ട് ഇങ്ങനെ മണ്ണ് കൊണ്ട് പരിപാടികളൊക്കെ ഉണ്ടാക്കി വെക്കൂലേ, പല വിധത്തിലുള്ള പരിപാടികൾ. അതൊരൊറ്റ സെക്കൻഡ് കൊണ്ട് കടലെടുത്തോണ്ട് പോകൂല. അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നു. അത് നിങ്ങളെ സംരക്ഷിക്കുന്നവരെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും പുതിയ ജീവിതം നോക്കുന്നു. അതിലും നിങ്ങൾക്ക് കല്ലുകടി അത് ഉണ്ടാക്കി വെക്കുന്നു. ഇപ്പൊ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിലും അവർക്ക് നിങ്ങളെ നെഗറ്റീവായിട്ട് തോന്നാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയാണ് ആവശ്യം അവർക്ക് നിങ്ങളെ നെഗറ്റീവായിട്ട് തോന്നാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും അവർക്ക് നിങ്ങളെ നെഗറ്റീവായിട്ട് തോന്നാം. അങ്ങനെയുള്ള പരിപാടികൾ വരെ നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്, നിങ്ങൾ പറയുന്നതെല്ലാം നെഗറ്റീവായിട്ട് മറ്റുള്ളവർക്ക് തോന്നണം. അങ്ങനെയുള്ള പരിപാടികൾ വരെ ശത്രുസ്ഥാനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരുടെയും കാര്യങ്ങൾ ശരിയാകും, വിഷമിക്കാതിരിക്കുക. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ആരും വിഷമിക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.